ഇഎംഎസിന് ശേഷം കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരത്തിനായുള്ള കാത്തിരിപ്പിലാണ് കേരളം. ഉത്തരം മധുരം നൽകുമെന്ന് പറയുമ്പോഴും പിണറായി വിജയന്റെ നിലപാട് ഏറെ നിർണായകമാണ്. എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആയാൽ കേരളത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി PBയിലേക്ക് വന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇത്തവണത്തെ CPM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടിയുയരുമ്പോൾ നിരവധി കൗതുകങ്ങളാണ് കാത്തിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിന് തിരശ്ശീല വീഴുന്നതിന് തലേന്ന്, അതായത് ഏപ്രിൽ 5-ന് എം.എ. ബേബി 72-ാം വയസ്സിലേക്ക് കടക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും സീനിയറായ മലയാളിയാണ് എം.എ. ബേബി. മലയാളിയായ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിയെങ്കിലും ഡൽഹി ഘടകത്തിന്റെ അക്കൗണ്ടിലായിരുന്നു അത്. ഉന്നത നേതൃനിരയിൽ കേരള ഘടകം കൂടുതൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉത്തരം നൽകേണ്ടത് മധുരയാണ്. 2012 മുതൽ PBയിലേക്കുള്ള എം.എ. ബേബിക്ക് പിറന്നാൾ സമ്മാനമായി അത് ലഭിക്കണമെങ്കിൽ പിണറായിയും കേരള ഘടകവും മനസ്സുവെക്കണം. എന്നാൽ പുതിയ ജനറൽ സെക്രട്ടറി ആരാകണം എന്നതിനെ സംബന്ധിച്ച് പിണറായി വിജയൻ പാർട്ടി ഫോറങ്ങളിൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഏറെ നിർണായകവുമാണ്. സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനായി കേരളത്തിൽ നിന്നുള്ള എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന പ്രചരണം ശക്തമായ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഏറെ നിർണായകമാകുന്നത്. പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി പിന്നിട്ടുവെങ്കിലും പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിൽ കേരള ഘടകത്തിന്റെ നിലപാട് പറയുക പിണറായി വിജയൻ തന്നെയായിരിക്കും. വിരുദ്ധ അഭിപ്രായമുണ്ടായാൽ പോലും അത് പിണറായിക്ക് മുന്നിൽ പറയാനോ തിരുത്താനോ ഉള്ള ധൈര്യം സംസ്ഥാന സെക്രട്ടറിയായ M.V. ഗോവിന്ദനോ മുതിർന്ന PB അംഗങ്ങളായ എം.എ. ബേബിക്കോ വിജയരാഘവനോ ഇല്ല. പ്രായപരിധി പിന്നിട്ട പിണറായി അടക്കമുള്ള 7 അംഗങ്ങൾ കഴിഞ്ഞാൽ CPM പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ നേതാവ് എം.എ. ബേബിയാണ്. ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കി തീർക്കാൻ കേരള ഘടകം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയാൽ അതിനെ ചെറുക്കാൻ മറ്റ് സംസ്ഥാന ഘടകങ്ങൾക്ക് ശക്തിയുമില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള ഘടകമായ കേരളത്തിന് 175 പ്രതിനിധികളുടെ പിൻബലവുമുണ്ട്. 34 വർഷത്തെ ഭരണത്തിന് ശേഷം അധികാരഭ്രഷ്ടരായതോടെ ബംഗാൾ ഘടകത്തിന്റെ ശക്തി ചോർന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചാൽ എം.എ. ബേബിക്ക് ഉറപ്പായും CPM ജനറൽ സെക്രട്ടറി ആകാനാകും. എന്നാൽ തന്നെക്കാൾ വലിയൊരു നേതാവും സംഘടനാ അധികാര കേന്ദ്രവും കേരളത്തിൽ നിന്ന് വേണ്ടതില്ല എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബേബിയുടെ ജനറൽ സെക്രട്ടറി മോഹം പൊലിയുകയും ചെയ്യും. പ്രായപരിധിയിൽ ഇളവ് നൽകി ബൃന്ദ കാരാട്ടിനെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനോടാണ് പിണറായി വിജയന് താല്പര്യമെന്നും സൂചനകളുണ്ട്. കേരളത്തിൽ നിന്ന് മറ്റൊരു നേതാവ് വേണ്ട എന്ന തീരുമാനമാണ് ഇതിന് പിന്നിലെന്നത് വ്യക്തമാണ്. എന്നാൽ PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിന് ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിനോട് താല്പര്യവുമാണ്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി ആകാനുള്ള നല്ല അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിന് ശേഷം സംസ്ഥാനത്ത് നിന്ന് ആരും പാർട്ടി ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തിയിട്ടില്ല. പ്രകാശ് കാരാട്ട് ജന്മം കൊണ്ട് മലയാളിയാണ് എങ്കിലും കേരളത്തിൽ ജീവിച്ചു വളർന്ന് പാർട്ടിയുടെ തലപ്പത്ത് എത്തിയ നേതാവല്ല. സംസ്ഥാനത്ത് നിന്ന് 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇപ്പോഴുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറിയായ M.V. ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എം.എ. ബേബി, M. വിജയരാഘവൻ എന്നിവരാണ് PBയിലെ കേരള നേതാക്കൾ. പിണറായി വിജയൻ കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയിൽ സീനിയർ എം.എ. ബേബി തന്നെയാണ്. പ്രായം കൊണ്ടും ദേശീയ സെൻട്രലിലെ പ്രവൃത്തി പരിചയം കൊണ്ടും ബേബി തന്നെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ യോഗ്യൻ. പ്രായപരിധിയിൽ ഇളവ് നൽകി ബൃന്ദ കാരാട്ടിനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നതിനെ കേരള ഘടകം അനുകൂലിച്ചു കഴിഞ്ഞാൽ ബേബിയുടെ സാധ്യതകൾ അതോടെ അടങ്ങും. ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനോട് മുഖ്യമന്ത്രിക്കുള്ള താല്പര്യമനുസരിച്ചാകും ബേബിയുടെ ഭാവി. സീതാറാം യെച്ചൂരിയുടെ അകാല നിര്യാണത്തോടെയാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ CPM നിർബന്ധിതമായത്. ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന നേതാവ് മരണപ്പെടുന്ന സാഹചര്യം CPMൽ മുൻപുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഏത് കീഴ്വഴക്കം പാലിക്കണമെന്നതിൽ പാർട്ടിക്ക് മുന്നിൽ മാതൃകകളുമില്ല. അതുകൊണ്ടാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിന് പകരം PB കോർഡിനേറ്ററെ നിയമിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോയത്. പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറിയെ അവിടെ തെരഞ്ഞെടുക്കാം എന്ന ധാരണയിലായിരുന്നു ഈ നീക്കം. ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിലാണ് CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. എന്നാൽ ബേബി ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി PBയിലേക്ക് വന്നേക്കാം എന്ന വാർത്തകൾ കൂടി ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട്. EP ജയരാജന് സാധ്യതയുണ്ട് എങ്കിലും 75 വയസ്സിന് തൊട്ടടുത്തെത്തി എന്ന പ്രശ്നം നേരിടുന്നുണ്ട്. കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കുള്ള മലയാളിയായ വിജു കൃഷ്ണനും സാധ്യതയുണ്ട്. AK ബാലൻ, PK ശ്രീമതി എന്നിവർ 75 വയസ്സ് പിന്നിട്ട സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് നികത്തിയിട്ടുമില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് 3 പേർ പുതുതായി കേന്ദ്ര കമ്മിറ്റിയിൽ വരും. LDF കൺവീനറായതിനാൽ TP രാമകൃഷ്ണനും സാധ്യതയുണ്ട്. അദ്ദേഹവും 75 വയസ്സിന് അടുത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള മന്ത്രിമാരിൽ PA മുഹമ്മദ് റിയാസും VN വാസവനും പരിഗണിക്കപ്പെട്ടേക്കാം.
ഇരുവരും കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായത്. മന്ത്രി MP രാജേഷിന്റെയും P ജയരാജന്റെയും പേരുകൾ ചർച്ചകളിലുണ്ടെങ്കിലും സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിൽ വന്ന ശേഷമാണ് പുരുഷ നേതാക്കളെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാറുള്ളത്. എന്നാൽ വനിതാ നേതാക്കളെ നേരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാറുമുണ്ട്. ഈ സാഹചര്യത്തിൽ ശ്രീമതിക്ക് പകരം J. മേഴ്സിക്കുട്ടിയമ്മയോ TN സീമയോ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരാനാണ് സാധ്യത.